കുട്ടീസ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമുക്ക് യൂഷ്വലി ഹോൾ വീഡിയോസിന് ഒരുപാട് നല്ല റെസ്പോൺസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. എസ്പെഷ്യലി ആമസോൺ ഹോളാണ്. അതും കുർത്ത, കുർത്തി, സാരി അങ്ങനത്തെ ഒക്കെ ഹോളിന് നല്ല നല്ല റെസ്പോൺസ് ഉണ്ടാവാറുണ്ട്. ഇന്നത്തെ ഹോളിന് 2-3 പ്രത്യേകതകളുണ്ട് കേട്ടോ. ഒന്ന്, ഇത് കുർത്ത അതേപോലെ തന്നെ പ്ലാസോ സെറ്റ് അല്ലേ, ജസ്റ്റ് ഒറ്റൊരു സെറ്റായിട്ട് കുർത്ത പ്ലാസോ സെറ്റായിട്ടുള്ള ഹോൾ വീഡിയോ ആണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ളത്. പ്ലസ് എല്ലാം ഭയങ്കര അഫോർഡബിൾ റേഞ്ച് ആണ്. 5 എണ്ണം കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കൂടാണ്ട് എക്സ്ട്രാ ബോണസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ത്രൂ ക്യാഷ് കറോ ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാഷ് ബാക്കും കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ ആമസോണിൽ നിന്ന് മേടിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കുർത്ത, കുർത്തി, പ്ലാസോ, പിന്നെ അങ്ങനത്തെ എത്തനിക് ഇൻഡോ വെസ്റ്റേൺ വേസ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് ആമസോണിൽ നിന്ന് മേടിക്കാനായിട്ട്. ഭയങ്കര അഫോർഡബിൾ ആണ്. അത്യാവശ്യം നമുക്ക് നല്ല കളക്ഷൻ കിട്ടും. ക്വാളിറ്റി വൈസ് എനിക്ക് വലിയ മോശമൊന്നും തോന്നിയിട്ടില്ല. ആൻഡ് ഓൾസോ പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി പക്കയാണ്. റിട്ടേൺ ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദി ബെസ്റ്റ് ആണ് കേട്ടോ ആമസോൺ. അത് മാത്രമല്ല ചില സമയത്ത് നല്ല ഓഫേഴ്സ് ഉണ്ടാവാറുണ്ട്, നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ത്രൂ ക്യാഷ് കറോ മേടിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ലാഭമാണ്. അപ്പോൾ ഇപ്പോൾ 14th to 19th ക്യാഷ് കറോയിൽ ഹ്യൂജ് സെയിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂജ് ഓഫേഴ്സ് ഉണ്ട്. ആമസോണിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അപ് ടു 80% ആണ് കേട്ടോ ഓഫ് ഉള്ളത്. അപ്പോൾ ഇത് കൂടാണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ബാക്കും ഉണ്ട്, റിവാർഡും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഹോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇതെനിക്ക് ഒബ്വിയസ്ലി ഏറ്റവും അധികം ഇഷ്ടപ്പെടാനുള്ള കാരണം ഫസ്റ്റ് തിങ് ഇത് ബ്ലാക്ക് ആണെന്നുള്ളതാണ്. കൂടാണ്ട് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഇതിന് അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട് കേട്ടോ. ചെറിയ രീതിയിലൊന്നും നിഴലടിക്കുന്ന ഫാബ്രിക് ആണ്, പക്ഷെ നമുക്ക് ആമസോൺ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ക്ലോത്ത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. കോട്ടൺ മിക്സ് ആണെന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ നല്ല സുഖമാണ് ഇടാനായിട്ട്, എസ്പെഷ്യലി ഡെയിലി വെയറിനൊക്കെ നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ പാറ്റേൺ പറയുകയാണെങ്കിൽ ആക്ച്വലി നെക്കിൻ്റെ അവിടെ ചെറിയൊരു കട്ടുണ്ട്. എന്നിട്ട് ഇതേ കണ്ടോ ഡോറി ഉണ്ട് അടിയിൽ. ഇതേപോലെ ക്ലോത്തിൻ്റെ തന്നെ ഹാങ്ങിങ് ആണ് കേട്ടോ ഉള്ളത്. ഇതാ കണ്ടോ, ഇതൊരു ഗോൾഡൻ പ്രിന്റ് ആണ്. അപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് ഇതുവരെയും പോയിട്ടില്ല. ഞാൻ ഒരു തവണ വാഷ് ചെയ്തിട്ട് കളറൊന്നും പോയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മെല്ലെ ഹാൻഡ് വാഷ് ചെയ്യാണ് ചെയ്തത്. പിന്നെ ഇതിന്റെ വേറൊരു അടിപൊളി പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്ലാസോ പാൻസ് ഇതേ കണ്ടോ, ഫുൾ ഓൺ ഈ ഗോൾഡൻ പ്രിന്റ് ആണ്. അത്യാവശ്യം നല്ല വീതിയുള്ള പ്ലാസോ പാൻറ് ആണ്. എന്നാൽ ഒരുപാട് വീതി ഇല്ലാതാണ്. ഇതൊരു മീഡിയം വീതിയാന്ന് പറയാം. പിന്നെ അതേ എലാസ്റ്റിക് ആണ് കേട്ടോ. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഞാൻ മേടിച്ചത് സ്മോൾ സൈസാണ്. എനിക്ക് എന്നിട്ട് സ്ലീവ്സിൻ്റെ അവിടെ ഞാൻ കുറച്ചൊന്ന് ഓൾട്ടർ ചെയ്തു. ഇതേ കണ്ടോ, ഞാൻ കാണിച്ചു തരാം എത്രയാണെന്നുള്ളത്. ഇത്ര എൻ്റെ ഒരു വിരലിൻ്റെ ഇത്ര ഭാഗം, അതായത് ഏകദേശം 1 ഇഞ്ച്. പിന്നെ അരവണ്ണൊക്കെ ലേശം ഒരു 1/2 ഇഞ്ച് മാത്രമേ ഓൾട്ടർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാടൊന്നും ഓൾട്ടർ ചെയ്യേണ്ടി വന്നില്ല. സ്മോൾ സൈസ് എനിക്ക് ഏകദേശം പാകമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എന്നെക്കാട്ടിനും കുറച്ചും കൂടി ഒന്ന് വണ്ണമുള്ള ഒരാളാണ്, അതായത് ഒരു 2 കിലോ ഒക്കെ കൂടുതലുള്ളതാണ്. 2-4 കിലോ വരെ കൂടുതലുള്ള ഒരാൾക്ക് സ്മോൾ സൈസ് പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിരിക്കും. ഒരു തരി പോലും ഓൾട്ടർ ചെയ്യേണ്ടി വരില്ല. ഇത് ആക്ച്വലി ഒരു ഓഫീസ് വെയർ, കോളേജ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം. അതിനൊപ്പം തന്നെ ചെറിയൊരു പാർട്ടിയൊക്കെ ഉണ്ട്, നൈറ്റ് ടൈം പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനും ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇപ്പോൾ പ്ലാസോ പാൻറ്റും ടോപ്പും രണ്ടും കൂടിയിട്ടാണ് 750 റുപ്പീസ്. അത് എനിക്ക് കുഴപ്പം തോന്നുന്നില്ല. നല്ല അഫോർഡബിൾ റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് വേറൊരു ബെസ്റ്റ് പാർട്ട് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ്, എക്സ്ട്രാ ലാർജ്, അതായത് XXL സൈസ് വരെ ഉണ്ട് ഈ കുർത്ത. അപ്പോൾ എനിക്കിത് ഭയങ്കര നല്ലതായിട്ട് തോന്നി. കൂടാണ്ട് ആമസോണിൽ ഇതിൽ 4.4 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള കുർത്തിയാണ്. ഞാൻ എല്ലാം സെലക്ട് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള കുർത്തി തന്നെയാണ് നോക്കി സെലക്ട് ചെയ്തതിൽ. ഞാനത് സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ സ്റ്റൈൽ ചെയ്തത്. അങ്ങനെ വലിയ ആർഭാടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഹീൽസ് ഇട്ടു, പിന്നെ കുറച്ച് വലിയ കമ്മലിട്ടു, മുടി അയച്ചിട്ടു, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അടുത്ത കുർത്ത പാൻറ് സെറ്റ് ഒരു മസ്റ്റേർഡ് യെല്ലോ കളറിലാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ കളറാണ്. മസ്റ്റേർഡ് യെല്ലോ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിലുള്ള കളറാണ്. അത് മാത്രമല്ല മസ്റ്റേർഡ് യെല്ലോ ഒരുവിധം സ്കിൻ ടോണിനൊക്കെ നന്നായി ചേരും. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു മീഡിയം സ്കിൻ ടോൺസിനൊക്കെ നന്നായി ചേരുന്ന ഒരു കളറാണ്. നമ്മുടെ മുഖത്തിനൊക്കെ നല്ലൊരു ഉദിപ്പ് തരുന്ന കളറായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള കളറാണ്. യൂഷ്വലി എനിക്ക് യെല്ലോ അത്ര ഇഷ്ടമില്ലാത്തതാണ്, പക്ഷെ മസ്റ്റേർഡ് യെല്ലോ ഇട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് യെല്ലോനോട് ഒരു സ്നേഹം വന്നു തുടങ്ങിയത്. കുറച്ച് സ്റ്റിഫ്നെസ് ഉള്ള കോട്ടൺ ആണ് കേട്ടോ. കുറച്ചൊന്ന് വടി പോലെ നിൽക്കുന്ന ടൈപ്പ് ഓഫ് കോട്ടൺ ഫാബ്രിക് ഇല്ലേ, അങ്ങനത്തെ ഫാബ്രിക്കാണ്. ഇതിന് അത്യാവശ്യം കട്ടിയുണ്ട്, അങ്ങനെ നിഴലടിക്കില്ല. പക്ഷെ എന്നാലും ഒരു ക്യാമസോൾ ഇട്ടിട്ട് ഇടുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ നെക്ക് പാറ്റേൺ തന്നെ നല്ല രസമാണ്. ഇതിന് കീ ഹോൾ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കുഞ്ഞ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടാനും ഊരാനും ഒന്നും ബുദ്ധിമുട്ടുമില്ല. എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് കഴുത്ത് ഇറങ്ങിയിട്ടും അല്ല. 3/4 ആണ് സ്ലീവ്. ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടോ, ഈ സ്ലീവ്സിൻ്റെ അവിടെ നല്ല രസമായിട്ടുള്ളൊരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ അവിടെ മാത്രമല്ല കേട്ടോ, അതേ കണ്ടോ സ്ലിറ്റിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട്. 2 സ്ലിറ്റിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട്. വേറൊരു അടിപൊളി പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ, അത് കുറവാണ്. ഫ്രണ്ടിലത്തെ
നീളം കുറവാണ്, പക്ഷെ ബാക്കിലത്തെ നീളം കൂടുതലാണ്. അതൊരു സ്റ്റൈലിഷ് ലുക്ക് തരുന്നുണ്ട് കേട്ടോ. പ്ലെയിൻ ആയതുകൊണ്ട്, അതായത് പാൻസ് ആണെങ്കിലും ശരി ടോപ്പ് ആണെങ്കിലും ശരി രണ്ടും പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആക്സസറീസിൽ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര അടിപൊളിയാണ്, ഇൻ കേസ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസറീസ് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടമില്ല. എസ്പെഷ്യലി മാല എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. കമ്മലാണ് പിന്നെ എനിക്ക് ഭയങ്കര വെറൈറ്റി ട്രൈ ചെയ്യാനായിട്ട് ഇഷ്ടം. പിന്നെ ഇതിൻ്റെ പാൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സ്ട്രെയിറ്റ് കട്ട് പാൻസ് ആണ് കേട്ടോ. ഇത് അടിയിൽ ഇത് കണ്ടോ ഒരു കുഞ്ഞ് സ്ലിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള സ്ട്രെയിറ്റ് കട്ട് പാൻസ് ആണ്. പിന്നെ ബാക്കിലാണ് എലാസ്റ്റിക് ഉള്ളത്, ഫ്രണ്ടിൽ എലാസ്റ്റിക് ഇല്ല, സാധാരണ പട്ടയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വയറുണ്ടെങ്കിലും അത്ര കുഴപ്പമില്ല. എലാസ്റ്റിക് ആകുമ്പോൾ കുറച്ചും കൂടി വയറുള്ള പോലെ തോന്നിക്കില്ലേ. അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ പ്ലെയിൻ ആണ്, എന്നാൽ ഇടാനൊന്നും ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാനായിട്ട് സൈഡിൽ സിബ്ബറും കൊടുത്തിട്ടുണ്ട്. സിബ്ബർ ഇല്ലെങ്കിൽ പോലും ബാക്കിൽ എലാസ്റ്റിക് ഉള്ള കാരണം ഇടാനൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്നാലും കുറച്ചും കൂടി കംഫർട്ടബിൾ ആവാനായിട്ടാണ് സൈഡിൽ സിബ്ബർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫിനിഷിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ പാൻസ് എനിക്ക് കുറച്ചൊരു നേരിയതായിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്, പക്ഷെ ടോപ്പിൻ്റെ ലെങ്ത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള കാരണം അതൊരു പ്രശ്നമാവും തോന്നുന്നില്ല. ഇത് ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് എക്സ്ട്രാ സ്മോൾ ആണ്, അതുകൊണ്ട് തന്നെ ഇതെനിക്ക് കറക്റ്റാണ്. ജസ്റ്റ് സ്ലീവ്സിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് മാത്രം എനിക്ക് കുറച്ച് ലൂസാണ് ഈ ഒരു ഭാഗത്ത്. പക്ഷെ ഞാനത് ഓൾട്ടർ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ പാൻസും ടോപ്പും കൂടിയിട്ട് 700 റുപ്പീസിനാണ് കേട്ടോ മേടിച്ചത്. എനിക്ക് തോന്നുന്നു എഗെയിൻ 700 റുപ്പീസിന് ഇത് നല്ല വർത്താണ്. നല്ല സോളിഡ് കളറിലുള്ള ഒരു ടോപ്പും പാൻസാണ്. അത് ഇപ്പോൾ നല്ല ട്രെൻഡിലുള്ള കാര്യമാണ്. പ്ലസ് മസ്റ്റേർഡ് യെല്ലോ കളർ എന്ന് പറയുന്നത് ട്രെൻഡിലുള്ള കാര്യമാണ്. അത്യാവശ്യം നല്ല മെറ്റീരിയലാണ്, വലിയ പ്രശ്നമൊന്നും പറയാനില്ല. ഡെയിലി വെയറിന് പെർഫെക്റ്റ് ആണ്. എഗെയിൻ ഇതിൻ്റെ ലുക്ക് ഒന്നും കൂടി ഒന്ന് കിടിലാക്കാനായിട്ട് നല്ല വലിയ ആക്സസറീസ് ഒക്കെ ഇടുകയാണെങ്കിൽ ഒന്ന് നമുക്ക് ലുക്ക് മൊത്തത്തിലൊന്ന് നമുക്ക് നല്ല അടിപൊളിയാക്കിയിട്ട് എടുക്കാം. പക്ഷെ ആകെ ഞാൻ ചെയ്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഇയറിങ്സ്, ഭയങ്കര വലിയ ഇയറിങ്സ് കൂടെ പെയർ ചെയ്തിട്ടുണ്ടെന്നാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് തന്നെ നല്ലൊരു രസമായിട്ടുള്ള ഒരു ലുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത കുർത്ത പ്ലാസോ സെറ്റിലേക്ക് കടക്കണേക്കാളും മുമ്പ് എങ്ങനെയാണ് നമുക്ക് ക്യാഷ് കറോ ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് ഡിസ്കൗണ്ട്സും ക്യാഷ് ബാക്സും ഒക്കെ കിട്ടണേ എന്നുള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് കറോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാന്നുള്ളതാണ്. അതിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 2 ലിങ്ക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 ലിങ്കിൽ ഫസ്റ്റ് ലിങ്ക് ഉണ്ടല്ലോ, ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ക്യാഷ് കറോ ആപ്പിലേക്ക് പോകാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് ത്രൂ ഫേസ്ബുക്ക്, ഓൾറെഡി ഒരുപാട് പേർക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, ഒന്നില്ലെങ്കിൽ ത്രൂ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഇമെയിൽ വഴിയും ലോഗിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ക്യാഷ് കറോ അക്കൗണ്ട് ഇപ്പോൾ റെഡിയാണ്. അപ്പോൾ നമുക്ക് ആമസോൺ വെബ്സൈറ്റിൽ നിന്നല്ലേ പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ വേണ്ടത്, ആമസോണിൽ സെർച്ച് ചെയ്യാം. ആമസോണിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു ഓറഞ്ച് ബട്ടൺ കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വിസിറ്റ് റീറ്റെയിലർ എന്ന് പറഞ്ഞുള്ള അടുത്ത ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആമസോൺ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഡിസ്കൗണ്ടിലൊക്കെയുള്ള ആമസോണിൽ കുറേ പ്രൊഡക്ട്സ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഏതാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ ഏത് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ വേണ്ടത്, നമ്മൾ പർച്ചേസ് ചെയ്യുക, അതിനുള്ള പേയ്മെൻറ്റും ചെയ്യാം കേട്ടോ. അതിനുശേഷം ക്യാഷ് കറോ അക്കൗണ്ടിൽ നമ്മുടെ ഏർണിങ്സ് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ട്, മൈ ഏർണിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും ക്യാഷ് ബാക്ക് പെൻഡിങ്ങിലാണുള്ളത്. പക്ഷേ കുറച്ച് ദിവസത്തിന് ശേഷം അത് കൺഫേം ആവും കേട്ടോ. അപ്പോൾ അത് റിട്ടേൺ ആവുന്നുണ്ടോ എന്നൊന്നും നോക്കാനുള്ള സമയത്തിന് വേണ്ടിയിട്ടാണ്. റിട്ടേൺ ആവണില്ല എന്നൊക്കെ ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്യാഷ് ബാക്ക് കൺഫേം ആയി എന്നുള്ളതാണ്. അപ്പോൾ ആ ക്യാഷ് ബാക്ക് എമൗണ്ട് ഉണ്ടല്ലോ 250 റുപ്പീസ് വരെ റീച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതായത് നമുക്ക് ആമസോണിൽ വേറെയും കൂടുതൽ സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി പോയിട്ട് ക്യാഷ് കറോ ത്രൂ ഏറ്റവും ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ 25 റുപ്പീസ് ക്യാഷ് ബാക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കണ്ട ഈ ഒരു ഓറഞ്ച് ബട്ടൺ വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിത് ഇതേപോലെ സ്ക്രീൻ വരും. എന്നിട്ട് വിസിറ്റ് റീറ്റെയിലർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പ്രോഡക്ട്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് വയാ ക്യാഷ് കറോ നമുക്ക് മേടിക്കാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ആമസോണിൽ പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമല്ല കേട്ടോ, ത്രൂ ക്യാഷ് കറോ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ മിത്ര ഇവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് നല്ല ക്യാഷ് ബാക്സും അടിപൊളി ഡിസ്കൗണ്ട്സും ഒക്കെ കിട്ടും കേട്ടോ. അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുർത്ത പ്ലാസോ സെറ്റാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, നമുക്ക് ആദ്യം ക്ലോത്തിനെ കുറിച്ച് സംസാരിക്കാം. അത്യാവശ്യം നല്ലൊരു ഫാബ്രിക്കാണിത്. ഇത് കോട്ടൺ മിക്സ് ഫാബ്രിക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്, ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഫാബ്രിക് വൈസ് എനിക്കിത് നല്ല ഇഷ്ടമായി. ഇതിപ്പോൾ ഞാൻ സ്ലീവ്ലെസ് ആയിട്ടാണ് ഇടുന്നത്, പക്ഷെ ഇതിൻ്റെ കൂടെ
സ്ലീവ്സും അവൈലബിൾ ആണ്. നമുക്ക് സ്ലീവ്സ് വെക്കണമെങ്കിൽ സ്ലീവ്സ് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ജാക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. കോളർ ഉണ്ട്, പിന്നെ അടിയിലേക്ക് ഇതേ കണ്ടോ ഇങ്ങനെ സ്ലിറ്റ് ഉണ്ട്, ഫ്രണ്ടിലും സ്ലിറ്റ് ഉണ്ട്, അതേപോലെ ദേ സൈഡിലും സ്ലിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ പ്രിന്റ് തന്നെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ള ബ്ലൂ കളറിൽ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഇങ്ങനത്തെ ബ്ലോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമായിട്ടുള്ള പ്രിന്റാണ്. കൂടാണ്ട് ഇതേ കണ്ടോ ഫ്രണ്ടിൽ പോക്കറ്റും ഉണ്ട്. നല്ല വെറൈറ്റി ഒരു കുർത്തിയാണിത്. പിന്നെ ഇതിൻ്റെ പാൻസ് എടുക്കുകയാണെങ്കിൽ നല്ല ഇതേ കണ്ടോ ഇത്ര വീതിയൊക്കെ ഉള്ള ഒരു പ്ലാസോ പാൻസ് ആണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കുറവാണ്. ആക്ച്വലി ഇത് മുക്കാൽ ലെങ്ത്ത് എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പൊക്കം കുറവാണ്. ഞാൻ 5'1" ആണ് കേട്ടോ. ഞാൻ 5'1" ആണ്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയാൽ മതി ടോപ്പിൻ്റെ ലെങ്ത്ത് ഒക്കെ എത്രയുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഹൈറ്റ് കൂടുതലാണ് കുറവാണെങ്കിൽ നമുക്കത് അസസ് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഇതെനിക്ക് ഏകദേശം മടി വരെയുണ്ട്. ഇലാസ്റ്റിക് ആണ് ഫ്രണ്ടിൽ, പക്ഷെ ഇതേപോലെ പട്ടയാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും നല്ല സൂപ്പർ സ്റ്റൈലിഷ് ലുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതേ കണ്ടോ പോക്കറ്റ് ഉണ്ട് ഇതിൽ, അതും അടിപൊളിയല്ലേ. അപ്പോൾ ടോട്ടൽ പറയുകയാണെങ്കിൽ 3 പോക്കറ്റ്സ് ആണുള്ളത്. പാൻസിൽ 2 പോക്കറ്റ് ഉണ്ട്, പിന്നെ ടോപ്പിലും ഒരു പോക്കറ്റ് ഉണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇത് ഭയങ്കര സൂപ്പർ കൂൾ ഔട്ട്ഫിറ്റ് ആണ്. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് കോളേജിലേക്കാണെങ്കിലും ശരി ഓഫീസിലേക്കാണെങ്കിലും ഒക്കെ ഇത് ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ വാഷിംഗ് മെഷീനിൽ കഴുകിയിട്ടോ. വാഷിംഗ് മെഷീൻ കഴുകിയിട്ടും കുഴപ്പമൊന്നുമില്ല. ഇതുവരെയും അങ്ങനെ പ്രശ്നമൊന്നും കാണുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും വാഷിംഗ് മെഷീനിൽ കഴുകാണ്ടിരിക്കുക തന്നെയാണ് നല്ലത്. പെട്ടെന്ന് തന്നെ ഇത് നരച്ച് കുറച്ച് ഒരു വിധാവും ഇത്. അപ്പോൾ ഹാൻഡ് വാഷ് തന്നെയാണ് കേട്ടോ നല്ലത്. ഈ കുർത്ത സെറ്റാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. ഇതിലത്തെ 5 എണ്ണത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആണ് എനിക്കിത്. ഇത് ഫസ്റ്റ് തിങ് ഇതിൻ്റെ കളറാണ് കേട്ടോ. ഇതിൻ്റെ കളറും പ്രിന്റും ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷനും ശരിക്കും സൂപ്പർബാണ്. എനിക്ക് എൻ്റെ സ്കിൻ ടോണിനൊക്കെ ഇത് എനിക്ക് നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യണ പോലെ തോന്നുന്നുണ്ട്. ഇത് ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗന്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു കുർത്തിയാണിത്. കോട്ടൺ മിക്സ് ആണ്, പക്ഷെ കൂടുതലും കോട്ടനെക്കാട്ടിനും ആക്ച്വലി എനിക്ക് തോന്നുന്നു പോളിസ്റ്റർ മിക്സ് ആണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആണ്, തൊടാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇടാനാണെങ്കിലും നമുക്ക് ഒട്ടും സ്റ്റിഫല്ല. പ്രിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആക്ച്വലി ഇതിൻ്റെ താഴേക്ക് വേറെ പ്രിന്റുകളാണ്. പിന്നെ ഇതേ ഇങ്ങനത്തെ അടിയിലേക്ക് ഇതാണ് ഇങ്ങനെ സിഗ്സാഗ് പ്രിന്റൊക്കെ ഉണ്ട്. രസമായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പ്രിന്റ് നല്ല രസമായിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഒരു അനാർക്കലി കട്ട് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇട്ടുള്ള മോഡലാണ് കേട്ടോ. അതായത് ഇവിടെ ഒരു 3 പാനൽസ് ഉണ്ട്. 3 പാനൽസും കൂടി കൂട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടിയിലേക്ക് നല്ല വിരിവുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് കണ്ടോ ഇത്രയും വിരിവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്ലിറ്റ് ഉള്ള ഡ്രസ്സ് മാത്രം ഇടുന്നവരുണ്ട്, സ്ലിറ്റ് ഇല്ലാത്ത ഡ്രസ്സ് ഇടില്ല. അങ്ങനത്തെ അനാർക്കലി മോഡൽസ് ഇഷ്ടമില്ലാത്തവരുണ്ട്. ഇന്ന് അനാർക്കലി മോഡൽ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ദി പെർഫെക്റ്റ് ആണിത്. പിന്നെ ഇതിൻ്റെ പ്ലാസോ പാൻസ് എന്ന് പറയുന്നത് എഗെയിൻ ഡിഫറെൻറ്റ് പ്രിന്റ്സ് ആണ് കേട്ടോ. ഇതിൽ ഇത് കണ്ടോ നല്ല രസമായിട്ടുണ്ട്. ആക്ച്വലി ഇത് സൈസ് സ്മോൾ സൈസ് ആണ്. ഇപ്പം എനിക്ക് ഓൾട്ടർ ചെയ്യേണ്ടി വന്നു. ഇതെനിക്ക് കുറച്ചധികം ഓൾട്ടർ ചെയ്യേണ്ടി വന്നു കേട്ടോ. ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, ഓഫീസിലേക്കും കോളേജിലേക്കും. അതല്ലെങ്കിൽ വലിയ കമ്മലൊക്കെ ഇട്ടിട്ട് കൂടുതലും സിൽവർ ഔട്ട് അതിൻ്റെ ഒപ്പം ചേരാം. സിൽവർ കളറിലെ കമ്മലിട്ട് ചെറിയ പാർട്ടിക്കൊക്കെ നൈറ്റ് പാർട്ടിക്കൊക്കെ ഇത് ചേരും കേട്ടോ. ഇത് ഞാൻ മേടിക്കുമ്പോൾ 800 സംതിങ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വില കൂടുതലായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ത്രൂ ക്യാഷ് കർവ് ആകുമ്പോൾ കുറച്ചും കൂടി ഓഫറൊക്കെ ഉണ്ടാകുമ്പോൾ എഗെയിൻ ഒരു 800 റേഞ്ചിൽ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. 1000 രൂപ വരെയൊക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നത് വർത്താണ് എന്നുള്ളത്. കാരണം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് എനിക്ക് ചേർന്നോണ്ട് തോന്നേണ്ടതാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇതിട്ടിട്ട് ഞാൻ പിക്ചേഴ്സൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു. പിന്നെ ഇത് കരിമിഷി ചേച്ചി മേടിച്ചിട്ടുണ്ട്, ആമസോണിൽ തന്നെ മേടിക്കേണ്ടായിട്ടുണ്ട്. ചേച്ചിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു സിമ്പിൾ ബേസിക് കുർത്ത പ്ലാസോ സെറ്റാണ് കേട്ടോ. ഗ്രീൻ കളറിലാണുള്ളത്. ഇത് കോളർ നെക്കാണുള്ളത്, പ്ലസ് ബട്ടൺസ് ഉണ്ട്. എനിക്കറിയാം കുറച്ച് പേർക്ക് കോളർ നെക്ക് ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് അവർക്കും. പ്ലസ് ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള അമ്മമാർക്കും ഇത് സൂട്ടബിൾ ആണ്. കണ്ടോ ഇങ്ങനെ ബട്ടൺസ് ഉണ്ട്. ആൻഡ് ഓൾസോ ഇത് അടി വരെ ഉണ്ട് കേട്ടോ. അത് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അടി വരെ ബട്ടൺസ് ഉള്ളത്. നല്ല കോട്ടൺ ആണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ ശരിക്കും സൂപ്പറാണ്. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. അങ്ങനെ മിക്സ് ഒന്നുമില്ല. നല്ല രസമായിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ്. കളർ നല്ല രസമായിട്ടുള്ള കളറാണ്. നല്ലൊരു ഗ്രീൻ കളറാണ്. ബ്ലാക്ക് പ്രിന്റ് ആണുള്ളത്. പക്ക കാഷ്വൽ വെയർ ആണ്. നമുക്ക് ഡെയിലി ഓഫീസിലേക്കും കോളേജിലേക്കും ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പർ മെറ്റീരിയലാണ്. സൂപ്പർ പ്രിന്റ് ആണ്. കാഷ്വൽ ആണ്. പാൻസ് പ്ലാസോ പാൻസ് ആണ്. പ്ലെയിൻ ഗ്രീൻ ആണ്. അത് നന്നായി. ആക്ച്വലി ടോപ്പ് ഇത്ര പ്രിന്റ് ആയതുകൊണ്ട് തന്നെ പാൻസ് ഇങ്ങനെ പ്ലെയിൻ ഗ്രീൻ ആയിട്ടുള്ളത് നല്ല രസമുണ്ട്. പോക്കറ്റ്സ് ഉണ്ട്, അത് അടിപൊളിയാണ്. പിന്നെ ബാക്കിലാണ് എലാസ്റ്റിക്, ഫ്രണ്ടിൽ എലാസ്റ്റിക് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഒരു കണക്കിന് നല്ലതാണ്. ഇത് വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. സിമ്പിൾ ആണ്, ബേസിക് പീസ് ആണ്. നമുക്ക് ഡെയിലി ഇടാവുന്നതാണ്. ഇനിയിപ്പോൾ കോളേജും ഓഫീസിലേക്കും അല്ല, ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പീസാണ് കേട്ടോ. ഇത് ഞാൻ മേടിക്കുമ്പോൾ 750 റുപ്പീസ് ആണ് കേട്ടോ.
അപ്പോൾ ഇതിനകത്ത് ഏത് കുർത്ത പ്ലാസോ സെറ്റാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് എല്ലാവരും പറയണം കേട്ടോ. അപ്പോൾ മറക്കണ്ട കേട്ടോ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ട് ക്യാഷ് കറോ ത്രൂ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ പർച്ചേസിന് 25 rupees ക്യാഷ് ബാക്ക് ഉണ്ട്. അതുകൂടാണ്ട് ഒബ്വിയസ്ലി വേറെ കുറേ ക്യാഷ് ബാക്സും ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.